ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാ. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളുടെ കൂടെ ക്രിസ്തുവിനത്രയും സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ബലിയർപ്പിക്കുവാൻ ദൈവത്തിന് സ്വീകാര്യമായ യേശുക്രിസ്തുവിൻ്റെ പരിപാവനമായ ബലിയിൽ പങ്കുചേരുവാൻ നമ്മളെല്ലാവരും ഈ അൾത്താരയ്ക്ക് ചുറ്റുമായിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ബലിയർപ്പിക്കുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേയരും ഹെരോദേസ പക്ഷക്കാരും ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണ്. ക്രിസ്തു നൽകുന്ന മറുപടി വളരെ ചിന്തനോദ്ദീപകമാണ്. ക്രിസ്തു പറയുക, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നതാണ്. നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. COVID-19 എന്ന മഹാമാരിയിൽ ലോകം മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടേതായ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുകയാണ്. നമ്മുടെ ആത്മീയപരമായ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെയും നമുക്ക് പഴയതുപോലെ ആചരിക്കുവാനോ കൊണ്ടാടുവാനോ ഒന്നും സാധിക്കുന്നില്ല. ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഒരുപക്ഷെ ആരാധനാലയങ്ങളും ദേവാലയങ്ങളുമൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത് അതൊരു ദൈവിക പദ്ധതിയുടെ പ്രകാരമാണ്. അതൊക്കെയും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ വലിയ മഹാമാരിയെ തുരുത്തുവാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ്. ഇങ്ങനെ ദേവാലയങ്ങൾ അടച്ചിട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അവിടെ ഇല്ലാതാകുന്നില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അവിടെ നഷ്ടപ്പെടുന്നില്ല. ചില യുക്തിവാദികളും അല്പവിശ്വാസികളും ഈ സാഹചര്യത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തികച്ചും പൂർണ്ണമായും മനുഷ്യശക്തിയിലും ശാസ്ത്രത്തിലുമൊക്കെ വിശ്വസിച്ചുകൊണ്ടും അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നതാണ്. എന്നാൽ ക്രിസ്തു നമ്മോട് പറയുക, നിനക്ക് ശാസ്ത്രം ആവശ്യമാണ്, മനുഷ്യൻ്റെ ബുദ്ധിശക്തി ആവശ്യമാണ്. അതിനേക്കാൾ അപ്പുറം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നീ ദൈവത്തിന് കൊടുക്കുക തന്നെ ചെയ്യണം. ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പവിശ്വാസികളെയും യുക്തിവാദികളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കലും ദൈവത്തിന് അകന്നു പോകാതെ ഈ കഷ്ടതയിലും ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതൊക്കെയും തരണം ചെയ്യുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലിയോധരർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെക്കുറിച്ചോർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ,
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കേണപേക്ഷിക്കുന്ന ജനത്തിൻ്റെ പ്രാർത്ഥന സ്വർഗീയ കാരുണ്യത്തോടെ ശ്രവിക്കണമേ. അങ്ങനെ അവർ ചെയ്യേണ്ടവ കാണാനും കണ്ടവ നിവർത്തിക്കുവാനും ശക്തരാകുമാറാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: പ്രിയപ്പെട്ടവരെ, ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടുവാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ചും നിങ്ങൾ സൈധൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. അവനിപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദി മുതൽ അനന്തം വരെ അവിടുന്ന് ദൈവമാണ്. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യ മക്കളെ തിരിച്ചു പോകുവിൻ എന്ന് അങ്ങ് പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായി. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം എത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായി. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിളിയുടെ പ്രത്യാശയെപ്പറ്റി അറിയാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി കുറേ ഫരിസേയരെയും ഹെരോദേസ് പക്ഷക്കാരെയും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ വന്ന് അവനോട് പറഞ്ഞു: ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത്
നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ കാപട്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു, നിങ്ങളെന്തിന് എന്നെ പരീക്ഷിക്കുന്നു? ഒരു ദനാറ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ കാണട്ടെ. അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമ്മുടെ ഭർത്താനത്തിൻ്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നിറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ, സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ രൂപതകളെ നയിക്കുന്ന എല്ലാ അധ്യക്ഷന്മാരെയും വൈദികരെയും അൽമായ ശുശ്രൂഷകരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തികളെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ നല്ല തമ്പുരാനെ, ഈ മഹാമാരിയിൽ വേദന അനുഭവിക്കുന്ന എല്ലാ മനുഷ്യകുലത്തെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ ശക്തമായ കരത്താൽ മനുഷ്യകുലത്തെ സംരക്ഷിക്കുകയും ഈ വലിയ വിപത്തിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ നല്ല തമ്പുരാനെ, രോഗങ്ങളാലും മറ്റു പല മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും വേദനിക്കുന്ന എല്ലാവരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും വേദനകളിലും ഏകാന്തതയിലും അങ്ങയുടെ സാന്നിധ്യം അവർക്ക് ആശ്വാസമാക്കുവാനും അങ്ങയുടെ കരസ്പർശത്താൽ അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യനായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ലോക ജീവിതകാൽ ചെയ്തിരിക്കാനിടയുള്ള എല്ലാ പാപങ്ങളും അങ്ങയുടെ അനന്തമായ കാരണത്തിൽ ക്ഷമിക്കപ്പെട്ട് മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അങ്ങേ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അല്പനേരം മൗനമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ ദൈവപിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടു കൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കേണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ നാഥ സമ്മോദമായി. സ്വീകരിക്കേണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ നാഥ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ നാഥ സമ്മോദമായി. സ്വീകരിക്കണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ നാഥ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കേണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ നാഥ
സമ്മോദമാ. പ്രിയ സഹോദരരെ, നിങ്ങളുടെയും എൻ്റെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് സംപൂജ്യമായ അൾത്താരയിലേക്ക് കാഴ്ചകളുമായി ഞങ്ങൾ ഓടിയണയുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന അതേ രഹസ്യങ്ങളാൽ ഞങ്ങൾ സംശുദ്ധരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഹിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപത്തിൻ്റെ കുറ്റബോധം ദൂരെ അകറ്റിയ മക്കളെ അങ്ങേ പുത്രൻ്റെ രക്തത്താലും ആത്മാവിൻ്റെ ശക്തിയാലും വീണ്ടും അങ്ങിലേക്ക് ഒരുമിച്ച് കൂട്ടുവാൻ അങ്ങ് തിരുമനസ്സായി. അങ്ങനെ ത്രിത്വത്തിൻ്റെ ഐക്യത്താൽ ഒന്നിപ്പിക്കപ്പെട്ട ജനം അങ്ങേ വൈവിധ്യമാർന്ന ജ്ഞാനത്തിൻ്റെ സ്തുതിക്കായി ക്രിസ്തുവിൻ്റെ ശരീരവും ആത്മാവിൻ്റെ ആലയവുമായ സഭയായി അറിയപ്പെടുന്നു. ആകയാൽ മാലാഖന്മാരുടെ ഗായക സമൂഹത്തോടൊത്ത് ആഹ്ലാദഭരിതരായി അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ആണ് ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഇരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപധാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും എല്ലാ മെത്രാൻ ഗണത്തോടും വൈദിക ഗണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരിയെ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പനോടും അനുഗ്രഹരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോയി നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും മഹാമാരിയിൽ നിന്നും
സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേണ്ടതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ശാന്തിയും സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം. ഇന്ന് നാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലെത്താം നമ്മെ നിദ്ര നയിക്കുമാറാകട്ടെ. കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, സ്നേഹത്തിൻ പാരമ്യമേ, പുണ്യം പുലരാനിൻ ഉള്ളിൽ വസിച്ചിത ഭോജനമായി വരുമോ? ദിവ്യകാരുണ്യനാഥനീശോ, കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, സ്നേഹത്തിൻ പാരമ്യമേ, പുണ്യം പുലരാനിൻ ഉള്ളിൽ വസിച്ചിടാൻ ഭോജനമായി വരുമോ? ദിവ്യകാരുണ്യനാഥനീശോ. ഈശോ വരൂ, എന്നുള്ളിൽ വരൂ, ഉള്ളം കനിഞ്ഞു വരൂ. ഈശോ വരൂ, എന്നുള്ളിൽ വരൂ, ഉള്ളം കനിഞ്ഞു വരൂ. ഞാൻ ലയിക്കാം, അങ്ങിൽ ലയിക്കാം, സന്തോഷമോടെ വസിക്കാം. ഞാൻ ലയിക്കാം, അങ്ങിൽ ലയിക്കാം, സന്തോഷമോടെ വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
അങ്ങേ പുത്രൻ്റെ ശരീരരക്തങ്ങളാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ അങ്ങേ ആത്മാവാൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വാക്കാലും നാവാലും മാത്രമല്ല, പ്രവൃത്തിയാലും സത്യത്താലും അങ്ങേക്ക് സാക്ഷ്യമേകി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന്